നമുക്കിന്നൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കിയാലോ? ഇന്നലെ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയല്ലോ. അപ്പം അതിന് കൂട്ടായിട്ട് ഒരു ഫ്ലവർ വേസ് ഉണ്ടാക്കാം നമ്മുടെ പേപ്പർ സ്ട്രോ വെച്ചിട്ട്. മെയിൻ കാരണം അതൊന്നല്ലാന്നേ, ഇന്നലെ അത് ഉണ്ടാക്കി വെച്ചപ്പോൾ തൊട്ട് എൻ്റെ രണ്ട് സുന്ദരി മണികൾ അതുമ്മയാണ് കളി. തൊട്ട് നോക്കി, ഭംഗി നോക്കി, അങ്ങനെ നോക്കി, ഇങ്ങനെ നോക്കി, അത് തട്ടിമറിച്ചിടാം. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് വലിയ കനൊന്നും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ തൊടുമ്പോഴത്തേനും മറഞ്ഞു വീഴാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ വിചാരിച്ചെന്നാൽ ഇങ്ങനെ ഒരു ഫ്ലവർ വേസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കാന്ന്. അപ്പം അങ്ങനെ തൊടുമ്പോഴത്തേനും മറിഞ്ഞു വീഴൊന്നുമില്ലല്ലോ. ഇതെൻ്റെ ഐഡിയ ഒന്നല്ല, ഇതും നമ്മുടെ പിൻട്രസ്റ്റ് ഒക്കെ തന്നെ. അപ്പം എന്തായാലും ഇത് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഈ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, ഈസിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവരുടെ കാര്യം പറയാൻ കുറച്ച് നേരം. അവർ രണ്ടുപേരും എന്ന് വെച്ചാലേ, ഈ സമോൾക്ക് 9 മാസം പ്രായമായിരുന്നപ്പോഴാണ് നമ്മുടെ പാപ്പിക്കുട്ടൻ പ്രഗ്നൻ്റ് ആവണത്. അന്ന് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടാ, ഭയങ്കര കരച്ചിലും സങ്കടവും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം അത് ആലോചിക്കുമ്പോൾ തോന്നുന്നു, എൻ്റെ ദൈവമേ, എന്തിനാണ് ഞാൻ ഇത്രയും കരഞ്ഞു കൂട്ടിയെന്ന്. ഞാനും ചേട്ടായി അതെ പാപ്പിക്കുട്ടൻ്റെ ഓരോ കളിയും ബഹളമൊക്കെ കാണുമ്പോൾ പറയും, എൻ്റെ മാതാവേ, ഇതിനല്ല നീ വെറുതെ ഒന്ന് കരഞ്ഞെന്നൊക്കെ പറയും. പക്ഷെ എന്താ ചെയ്യാ, ഓരോ സമയത്ത് ഓരോ ഇതാണല്ലോ. അന്ന് കുറച്ച് സങ്കടമായിരുന്നു, നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ലല്ലോ, പെട്ടെന്നായി. ഇസമോൾക്കാണെങ്കിൽ 9 മാസമായിട്ടുള്ളൂ. അന്ന് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ അതൊക്കെ നല്ലതായി എന്ന് തോന്നാം. കാരണം രണ്ടാളും ഒരുമിച്ച് വലുതായി, രണ്ടാളെ ഒരുമിച്ച് നോക്കാം, ഇനി രണ്ടാളെ ഒരുമിച്ച് സ്കൂളിൽ വിടാം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാണ്. പിന്നെ ആ സമയത്ത് നമുക്കറിയാലോ, ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറിയാം, ഓട്ടോമാറ്റിക്കായിട്ടും കരഞ്ഞു പോവും. എന്താ ചെയ്യുക, അപ്പം അതിൻ്റെതായ കുറച്ച് കുറുമ്പും കാര്യങ്ങളൊക്കെ രണ്ടാൾക്കുണ്ട്. പാപ്പിക്കുട്ടനാന്നേ ഇത്തിരി കുറുമ്പ്. കാരണം എന്തെങ്കിലും കാര്യത്തിന് അവൻ ഇങ്ങനെ വാശി പിടിക്കും. പക്ഷെ ഇപ്പം ഇസമോൾ ഇപ്പം ഇത്തിരി കൂടി വലുതായ കാരണം അവളോട് പറയുമ്പോൾ പറയും, സാരിലടി പോട്ടെ എന്ന് പറഞ്ഞാൽ അവള് ഓക്കെ ശരി അമ്മേന്നൊക്കെ പറഞ്ഞ് വരും. ഇപ്പം ഞാനിത് ഉണ്ടാക്കുമ്പോൾ പോലും കണ്ട രണ്ടാളും ഡൈനിങ് ടേബിളും ഇരുന്ന് ഭയങ്കര കളിയാ. പിന്നെ ഞാൻ വിചാരിക്കും സാരിൽ പോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ അതേ പറഞ്ഞ് നമ്മുടെ ഫ്ലവർ വേസ് റെഡിയായി. എങ്ങനെയുണ്ട്, ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടാ.